എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ AMCSFNCKയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് കുട്ടികളെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു അലോട്ട്മെന്റിൽ ഓപ്പൺ മെറിറ്റിലും അതുപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിലും എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, അലോട്ടഡ് കോളേജ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും നിങ്ങളുടെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളും കിട്ടാത്ത കുട്ടികളും ഉണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു അലോട്ട്മെന്റിൽ 829 കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ 800 കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് കാറ്റഗറിയാണ്, അതുപോലെ തന്നെ എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് ഫുൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ടോക്കൺ ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. ടോക്കൺ ഫീ അടച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെന്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ടോക്കൺ ഫീ ആയിട്ടുള്ള 25,000 രൂപ ഓൺലൈൻ വഴിയോ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെല്ലാൻ വഴിയോ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോളേജിൽ ചെന്ന് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ വഴിയോ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെല്ലാൻ വഴിയോ ടോക്കൺ ഫീ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ 2 ഓപ്ഷൻ കൂടിയുണ്ട്. ഒന്നെങ്കിൽ മോഡിഫൈ, ക്യാൻസൽ ഓർ ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി. നമുക്കറിയാം AMCSFNCKയിൽ ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി ഉണ്ട്. അതായത് നിങ്ങൾക്കിപ്പം ഫസ്റ്റ് അലോട്ട്മെന്റിൽ 8ാമത്തെ കോളേജാണ് കിട്ടിയത്. സെക്കൻഡ് അലോട്ട്മെന്റിൽ അതിന് മുന്നിലുള്ള ഏതെങ്കിലും കോളേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഫെസിലിറ്റി ആണ് ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ 8ാമത്തെ ഓപ്ഷനുള്ള കോളേജ് കിട്ടിയ കുട്ടികളുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റിൽ അതിന് മുന്നേ ഉള്ള 5ാമത്തെയോ 4ാമത്തെയോ ഓപ്ഷൻ ഉള്ള കോളേജ് കിട്ടിയ കുട്ടികളുമുണ്ട്. അപ്പോൾ ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി വഴി നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു കോളേജ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി വഴി വേറെ അതിന് മുന്നിലുള്ള ഒരു കോളേജ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. ആദ്യം അടച്ച ടോക്കൺ ഫീ ഇതിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. മോഡിഫിക്കേഷൻ ഓർ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. മോഡിഫിക്കേഷൻ ഓർ ക്യാൻസലേഷൻ ഓർ ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി. ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. യെസ് ഓർ നോ ഓപ്ഷൻ ആയിരിക്കും. ഹയർ ഓപ്ഷൻ ഫെസിലിറ്റിയിലേക്ക് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ ഉള്ള ഓപ്ഷനാണ് ഇത്. നമുക്കറിയാം AMCSFNCKയിൽ 15 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 10ാമത്തെ കോളേജ് ഉള്ള ഓപ്ഷനാണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ ബാക്കി വരുന്ന 9 കോളേജുകളിലേക്കും ഹയർ ഓപ്ഷൻ വഴി അടുത്ത് പിന്നീട് വരുന്ന അലോട്ട്മെന്റുകൾ വഴി നിങ്ങൾക്ക് മുന്നിലേക്കുള്ള കോളേജുകൾ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള ഈ 9 കോളേജുകൾ റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡറിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, അതായത് മുന്നോട്ടുള്ള ഈ 9 ഓപ്ഷനിൻ്റെ അകത്ത് ഇപ്പോൾ 8ാമത്തെ ഓപ്ഷൻ 5ാമതാക്കണം, 5ാമത്തേത് 3ാമതാക്കണം, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ഓർഡറിൽ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 10ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 10ാമത്തെ കോളേജ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള 10ാമത്തെ ഓപ്ഷന് മുന്നോട്ടുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജ് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി മുന്നോട്ടുള്ള 9 കോളേജുകളിൽ 4 കോളേജ് മാത്രം ഹയർ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ മറ്റുള്ള ബാക്കി 5 കോളേജുകളും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഹയർ ഓപ്ഷൻ അനുസരിച്ചായിരിക്കും പിന്നീട് വരുന്ന അലോട്ട്മെന്റുകളിൽ നിങ്ങളെ പരിഗണിക്കുക. അപ്പോൾ അവിടെ വേക്കൻസി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ മോഡിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാനുമുള്ള ഈ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഏസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസിലൊന്നും ഡിലീറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കൊടുത്തതുപോലെ, അതായത് ആദ്യം നിങ്ങൾ എങ്ങനെയാണോ ഓപ്ഷൻസ് കൊടുത്തത് അതുപോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റീസ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ കിട്ടിയ കുട്ടികളും
അലോട്ട്മെന്റ് ഒന്നും കിട്ടാത്ത കുട്ടികൾക്കും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി വഴി നിങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിലോ ക്യാൻസൽ ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്താൻ മറന്നു പോകരുത്. കൺഫേം ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് പെൻഡിങ് ആയിരിക്കും. സോ നിങ്ങൾ കൺഫേം ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹയർ ഓപ്ഷൻ വഴി സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വേറൊരു കോളേജ് കിട്ടി. അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾ വീണ്ടും ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 2 സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം മോഡിഫൈ ഓർ ക്യാൻസൽ ഓർ ഹയർ ഓപ്ഷൻസ് കൊടുക്കുക. അങ്ങനെ ഓപ്ഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം അലോട്ട്മെന്റ് കൺഫേം ചെയ്യുക. ഈ 2 സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വഴി വേറെ കോളേജ് കിട്ടിയ കുട്ടികളെ ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 3 അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ജോയിനിങ് ഡേറ്റ് 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് ജോയിനിങ് ഡേറ്റ് വരിക. അപ്പോൾ ആ ദിവസമാണ് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ രേഖകളും അലോട്ട്മെന്റ് മെമ്മോയും ടോക്കൺ ഫീ അടച്ചതിന്റെ റെസിപ്റ്റും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീയും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് വേണം അഡ്മിഷൻ എടുക്കുവാനായിട്ട്. നിങ്ങൾക്ക് വർഷം വരുന്ന ഫീ എന്ന് പറയുന്നത് 73,025 രൂപയാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീ 23,300 രൂപയാണ്. അതുപോലെ തന്നെ കോഷൻ ഡിപ്പോസിറ്റ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 10,000 രൂപയാണ് കോഷൻ ഡിപ്പോസിറ്റ്. ഇത് ഒരു പ്രാവശ്യം അടച്ചാൽ മതി. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഫീ തിരികെ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളും അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളും നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത അലോട്ട്മെന്റിന് മുമ്പായിട്ട് ജോയിനിങ് ചെയ്ത കുട്ടികളുടെയും ജോയിനിങ് ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ, അതായത് 2024 880 കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് കിട്ടിയിരുന്നത്. അതിൽ 870 കുട്ടികൾക്ക് ഓപ്പൺ മെറിറ്റിലും അതുപോലെ തന്നെ 10 കുട്ടികൾക്കാണ് ക്രിസ്ത്യൻ മെറിറ്റിലൂടെ അലോട്ട്മെന്റ് ലഭിച്ചിരുന്നത്. 870ാമത്തെ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് 2262 ആയിരുന്നു. ഇൻഡെക്സ് മാർക്ക് 94.667 ആയിരുന്നു. അപ്പോൾ ഈ വർഷം ഈ ഒരു അലോട്ട്മെന്റിൽ 91% വരെയുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്. ഈ വർഷം 2025 2262 റാങ്ക് കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 90 അപ്പോൾ ഈ വർഷം ഫസ്റ്റ് അലോട്ട്മെന്റിൽ 92% മാർക്കുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ 91% വരെയുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഒരു അലോട്ട്മെന്റിൽ ഏകദേശം 90% വരെ മാർക്കുള്ള കുട്ടികൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സാധ്യത മാത്രമാണ്. അപ്പോൾ അതിനുശേഷം വേക്കൻസി വരുന്നതിനനുസരിച്ചായിരിക്കും സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകൾ വരിക. അപ്പോൾ വേക്കൻസി വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇപ്പോൾ നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ LBSലേക്കും PNC മാക്കിലേക്കൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേക്കൻസികൾ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം AMCSFNCKയിൽ ടോട്ടൽ 868 സീറ്റുകളാണുള്ളത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് 829 കുട്ടികൾക്കാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം 2 കോളേജുകൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. SH കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തല, അതുപോലെ തന്നെ സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് ഇരിഞ്ഞാലക്കുട. അപ്പോൾ ഈ 2 കോളേജുകൾ സെക്കൻഡ് അലോട്ട്മെന്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇഷ്യൂസ് സോൾവ് ആകുന്നതിനനുസരിച്ച് അവർ ഉൾപ്പെടുത്തും. അപ്പോൾ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് കൂടി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഓരോ കോളേജിലും ഏതൊക്കെ മാർക്കിനനുസരിച്ച് ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ലഭിച്ചതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളുടെ മാർക്ക് ഒന്ന് ജസ്റ്റ് താരതമ്യം ചെയ്ത് നോക്കുക, കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ 90% മാർക്കുള്ള കുട്ടികൾക്ക് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അലോട്ട്മെന്റുകളിൽ കിട്ടിയ കോളേജൊന്നും സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ടോക്കൺ ഫീ നിങ്ങൾക്ക് തിരികെ ലഭിക്കുമോ എന്ന് റീഫണ്ടബിൾ ആണോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. അത് റീഫണ്ടബിൾ ആണ്. അതിനായിട്ട് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് സെപ്റ്റംബർ 20-ാം തീയതിയാണ് നമുക്ക് ജോയിനിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ക്യാൻസൽ ഓപ്ഷൻ വരും. അപ്പോൾ ക്യാൻസൽ ചെയ്തതിന് ശേഷം റീഫണ്ടിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അടച്ചിരിക്കുന്ന ഫീ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം, നിർബന്ധമായിട്ടും ടോക്കൺ ഫീ അടയ്ക്കണം. ഇല്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെന്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. സെപ്റ്റംബർ 15-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടിച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. ദെൻ കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക്